നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തുള്ള ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ്. കമ്പനി സെക്രട്ടറി കോച്ചിങ് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഒരു ബാച്ചിൽ 15 സ്റ്റുഡൻസിനാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ബാച്ച് ഓഗസ്റ്റിൽ ആരംഭിക്കും. നമ്മുടെ ഈ വീഡിയോ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൊരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ഫോക്കസ് എന്ന് പറയുന്നത് 2020 എക്സിക്യൂട്ടീവ് എക്സാമിനേഷനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് സഹായിക്കുക എന്നാണ് ലക്ഷ്യം. സെക്യൂരിറ്റി ലോസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ രണ്ടാമത്തെ മോഡ്യൂളിലെ രണ്ടാമത്തെ പേപ്പറിൽ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. ഇത് ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ടോപ്പിക് വൈസ് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട് അല്ലെ, സെബിയുടെ ഗൈഡ് ലൈൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രോസസ്സുകൾ, ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെ, ഡെറിവേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ദെൻ IOSCO ഒബ്ജക്റ്റീവ്സ് സെക്യൂരിറ്റീസ് റെഗുലേഷൻ, ഒബ്ജക്റ്റീവ് ഓഫ് സെക്യൂരിറ്റി റെഗുലേഷൻ. ദെൻ ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഷെയർസ് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്. അത് എപ്പോഴൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയറൽ ഗൈഡ് ലൈൻസ്, ഇത് അറിഞ്ഞിരിക്കണം. അത് ഡെഫിനറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ആൻഡ് ഫുള്ളി കൺവേർട്ടബിൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. അങ്ങനെ അത് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് എന്തൊക്കെയാണ്, ഇക്യു പ്രിഫ് എന്നാണ് അതിന് പറയുന്നത്. ഡ്യുവൽ ഓപ്ഷൻ വാറന്റ്സ്, ലെവൽ പേ ഫ്ലോട്ടിംഗ് റേറ്റ്, വാട്ട് ഈസ് ദാറ്റ്? അത് മനസ്സിലാക്കണം. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ സാധാരണ സംസാരിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. ക്ലിപ്പ് ആൻഡ് സ്ട്രിപ്പ് ബോൺസ്, ഇൻഡസ്ട്രിയൽ റവന്യൂ ബോൺസ്, ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോൺസ് ഓർ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നാഷണൽ സേവിംഗ് സെക്യൂരിറ്റീസ്, ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ്, ട്രാക്കിംഗ് സ്റ്റോക്സ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ETF, ദെൻ ഫണ്ട് ഓഫ് ഫണ്ട്സ്, then rating methodologies. എങ്ങനെയൊക്കെയാണ് റേറ്റിംഗ് നടത്തുന്നത്, റേറ്റിംഗ് മെത്തഡോളജീസ്, ഒബ്ലിഗേഷൻ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, IPO ഗ്രേഡിംഗ്, മെർച്ചന്റ് ബാങ്കേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ റോള് എന്താണെന്നും അവരുടെ പ്രോസസ്സ് എന്താണെന്നും, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോർട്ട്ഫോളിയോ മാനേജേഴ്സിന്റെയും സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന്റെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് മെക്കാനിസം. വാട്ട് ഈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് മെക്കാനിസം? നമ്മൾ ആൾറെഡി ചാപ്റ്ററിൽ സംസാരിച്ചാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് മെക്കാനിസം. വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കണം. മാർജിൻ ട്രേഡിംഗ്, വാട്ട് ഈസ് മാർജിൻ ട്രേഡിംഗ്, ട്രെൻഡ് ലൈൻ, നമ്മൾ മാർക്കറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ട്രെൻഡ് ലൈൻ, മാർക്കറ്റ് മേക്കിംഗ് എങ്ങനെയാണ്, വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റ് മേക്കിംഗ്, ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, വാട്ട് ഈസ് സെറ്റിൽമെന്റ് സിസ്റ്റം, ബാസ്ക്കറ്റ് ട്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് ബാസ്ക്കറ്റ്. ഇതൊക്കെ നമ്മൾ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വരുന്ന ടോപ്പിക്സുകളാണ്. ദെൻ കമ്പൽസറി റോളിംഗ് സെറ്റിൽമെന്റ്, എന്താണ് കമ്പൽസറി റോളിംഗ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്, CRS. ദെൻ ക്ലിയറിംഗ്, ഡിമാറ്റ് പേ ഔട്ട്, ഫണ്ട്സ് പേ ഔട്ട്. അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ്, ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ്. എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഏതൊക്കെ ഡിഫറെന്റ് സെഗ്മെന്റ്സ് എന്തൊക്കെയുണ്ട്, ആൻഡ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ്. ട്രേഡിംഗ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുക. സ്ട്രേറ്റ് ത്രൂ പ്രോസസിംഗ്, STP, സ്ട്രേറ്റ് ത്രൂ പ്രോസസിംഗ്. ദെൻ ഡയറക്ട് മാർക്കറ്റ് ആക്സസ് എന്താണെന്ന്, SME എക്സ്ചേഞ്ച്, അൽഗോരിതമാറ്റിക് ട്രേഡിംഗ്. ദെൻ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, ഡിറൈവ്ഡ് ഇൻസ്ട്രുമെന്റ്സ്. Then pass-through certificates, debenture redemption reserve. What is debenture redemption reserve? Rollover of non-convertible portion of partly convertible debt instruments. എങ്ങനെയാണ് partly convertible debt instruments റോൾ ഓവർ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്, എന്താണത്? ഡിറ്റർമിനേഷൻ ഓഫ് കൂപ്പൺ റേറ്റ് ആൻഡ് കൺവേർഷൻ പ്രൈസ്, കൂപ്പൺ റേറ്റും കൺവേർഷൻ പ്രൈസും. ഓഡിറ്റർ സർട്ടിഫിക്കറ്റ്, കണ്ടിന്യൂസ് ലിസ്റ്റിംഗ്, ട്രേഡ്സ് ഇൻ CDS. ഇന്റർകോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്സ്, വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇന്റർകോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. ദെൻ ഇഷ്യൂയിങ് ആൻഡ് പേയിങ് ഏജന്റ്, എന്താണ് ഇഷ്യൂയിങ്, പേയിങ്, ഫാക്ടറിംഗ്, വാട്ട് ഈസ് മീൻ ബൈ ഫാക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഒന്നുകൊണ്ട് എക്സാമ്പിൾസും അല്ലെ, ബാങ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. കാൽക്കുലേഷൻ ഓഫ് നെറ്റ് അസറ്റ് വാല്യൂ, അങ്ങനെ നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ്. അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്താണ്, കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് മ്യൂച്വൽ ഫണ്ടിന്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്താണ്. ദെൻ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ഗിൽറ്റ് ഫണ്ട്, അത് എന്താണ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ദെൻ ഏഞ്ചൽ ഫണ്ട്, ടെർമിനേഷൻ ഓഫ് ട്രസ്റ്റിഷിപ്പ്, എപ്പോഴൊക്കെയാണ് ട്രസ്റ്റിഷിപ്പ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത്. യൂണിറ്റ് സർട്ടിഫിക്കറ്റ്, വാട്ട് യു മീൻ ബൈ യൂണിറ്റ് സർട്ടിഫിക്കറ്റ്. ADR GDR ഇഷ്യൂസ്,
2-way fungibility scheme. What do you mean by 2-way fungibility? അത് നമ്മൾ ഒരു വളരെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. Then difference between FCCB and FCEB. Then external commercial borrowing. What do you mean by external commercial borrowing? അതിന്റെ പ്രോസസ്സ്, അതിന്റെ rules and all those things. Approval route, condition for issue of IDR. IDR issue conditions. Then recognition of stock exchange recognitions, clearing corporation, additional trading floor, contracts and derivatives. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ട്രേഡിംഗ് മെക്കാനിസത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ദെൻ ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റീസ് ഡീലിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ടോപ്പിക്സ് നോക്കുകയാണ് കേട്ടോ. പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് സെബി, പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് സെബിയുടെ പവറും ഫംഗ്ഷൻസും. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ സാറ്റ്, അതിന്റെ എന്താണ് അതോറിറ്റി എന്താണ്, പവേഴ്സ് എന്താണ്. ദെൻ പബ്ലിക് സർവൻസ്, depository system and overview, trading system, legal linkage, bylaws of depository ബൈലോകൾ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്, ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ, IPV, ബേസിക് സർവീസ് ഡിമാറ്റ് അക്കൗണ്ട് ആൻഡ് മൾട്ടിപ്പിൾ ലിസ്റ്റിംഗ്, വിസിൽ ബ്ലോവർ പോളിസി. ഈ ബേസിക് സർവീസസ് ഡിമാറ്റ് അക്കൗണ്ട് BSDA ഒന്ന് നോക്കി വെച്ചോളൂ. മൾട്ടിപ്പിൾ ലിസ്റ്റിംഗ്, വിസിൽ ബ്ലോവർ പോളിസി. എന്താണ് വിസിൽ ബ്ലോവർ? ഏറ്റവും ലേറ്റസ്റ്റ് ആണ് വിസിൽ ബ്ലോവർ എക്സാമ്പിൾ എന്താണ്, ഇൻഫോസിസിലുണ്ടായ വിസിൽ ബ്ലോവർ അല്ലേ. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൽസറി ആൻഡ് വോളണ്ടറി ഡീലിസ്റ്റിംഗ്. എന്താണ് കമ്പൽസറി ഡീലിസ്റ്റിംഗ്, എന്താണ് വോളണ്ടറി ഡീലിസ്റ്റിംഗ്, അതിന്റെ ഡിഫറൻസ് എന്താണ്. പബ്ലിക് ഇഷ്യൂന്റെ എലിജിബിലിറ്റി നോംസ് എന്താണ്, ഫാസ്റ്റ് ട്രാക്ക് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് ഈ പേപ്പറിലൊക്കെ ചെറിയ ടോപ്പിക്സ്, കുറച്ചേ പഠിക്കാനുള്ളൂ. പക്ഷെ കുറേ അധികം ടോപ്പിക്സ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. കാരണം ഇത് ഏറ്റവും കൂടുതൽ കമ്പനി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്, ഒരു പേപ്പറാണിത്. ഫാസ്റ്റ് ട്രാക്ക് ഇഷ്യൂസ്, ഡിഫറൻഷ്യൽ പ്രൈസിംഗ്, പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ, പ്രൊമോട്ടറുടെ കോൺട്രിബ്യൂഷൻ. Then due diligence. What do you mean by due diligence? Book building, anchor investors, green shoe option ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പേപ്പറിൽ നമ്മുടെ എക്സാമിന് മാത്രമല്ല. Then institutional placement program, ESOP, ESPS, ട്രസ്റ്റ് റൂട്ട് വഴി നമ്മൾ ESOP ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഒബ്ലിഗേഷൻ റെസ്പോൺസിബിലിറ്റി, അണ്ടർറൈറ്റേഴ്സിനെ കുറിച്ച്. Then internal audit of portfolio manager, ഗൈഡ്ലൈൻസ് ഓഫ് ആന്റി മണി ലോണ്ടറിംഗ് മെഷേഴ്സ്. ആന്റി മണി ലോണ്ടറിംഗ് ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ ആന്റി മണി ലോണ്ടറിംഗ് മെഷേഴ്സിന്റെ ഗൈഡ്ലൈൻസ്. സെബി KYC റെഗുലേഷൻ, സെബിയുടെ KYC റെഗുലേഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു. ദെൻ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷന്റെ ഡാറ്റ കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. പിന്നെ റെഗുലേഷൻ 10 റെഗുലേഷൻ 11 സെബിയുടെ. റെഗുലേഷൻ 10 ഓട്ടോമാറ്റിക് എക്സംഷൻസും എക്സംഷൻ ബൈ സെബി. Then Investor Education Protection Fund and Investor Grievances. കുറേയധികം ടോപ്പിക്സുകളുള്ള, എന്നാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണിത്. കാരണം ഇതിൽ കൂടുതലായിട്ടും നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എഴുതാൻ പറ്റും. അതായത് ഇത് സാധാരണ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നിയമത്തിലെ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് നോക്കുന്നത് സാധാരണക്കാർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റണം. Rather than more technical, it should be like easily adopted by the ordinary people like us. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് മാത്രമേ ഇവിടെ പറയാറുള്ളൂ. അപ്പൊ ഇതിൽ ഈ പേപ്പറിൽ ഈ പേപ്പർ ഒരു ചാപ്റ്റർ നമുക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റില്ല. ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഉള്ള ഒരു പേപ്പറാണ് ഈ പേപ്പർ. ഇപ്പൊ ഇതിലെ എല്ലാ ടോപ്പിക്സും, ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണെങ്കിൽ കൂടെ എല്ലാ ടോപ്പിക്സും ഒന്ന് മനസ്സിലാക്കി വെക്കുക, നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ചോദിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഐ എം റെഡി ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ദെൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇനിയും മറ്റുള്ള പേപ്പറുകളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. മറ്റുള്ള പേപ്പറുകൾ ഞാൻ കുറച്ച് പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് ഇഷ്ടപ്പെടുന്ന, ഇത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്ക്, ഇത് ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഫോർവേഡ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്.